ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായി കരുതുന്നു ചിക്കൻ ചീസ് സമൂസ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഒരു ക്യാരറ്റ്, ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഒരു 2 സവോളയും ചോപ്പ് ചെയ്ത പച്ചമുളകും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന പൊട്ടറ്റോ ഇടാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത പൊട്ടറ്റോയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. അതായത് അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ച് ഗ്രേറ്ററിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത ചിക്കനും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. നമ്മൾ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സമൂസയുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയുടെ ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൈദ മാവും അതേ അളവിൽ കോൺഫ്ലവറുമാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ സാധാ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് അതിന് കുറേശ്ശെ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്ത് ഓരോരോ ബോൾസ് ആക്കി വെച്ചിട്ട് നമുക്ക് പരത്തി ഇതേപോലെ റൗണ്ട് ഷേപ്പിന് നന്നായിട്ട് പരത്തി എടുക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇച്ചിരി തിന്നായിട്ട് വേണം പരത്താൻ, ഒരുപാട് കട്ടിക്ക് പരത്താൻ പാടില്ല. എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പിൽ നിന്ന് ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ബോളിൽ നിന്ന് തന്നെ നമുക്ക് 2 സമൂസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹാഫ് എന്ന ഒരു സമൂസയും അടുത്തതെന്ന് അങ്ങനെ ഒന്നും. അപ്പോൾ ഇതുപോലെ ഹാഫ് ഒരു ഷീറ്റ് എടുക്കുക. അതിലേക്ക് നമ്മൾ ഫില്ലിങ് റെഡിയാക്കിയത് ഇതുപോലെ അങ്ങോട്ട് വയ്ക്കുക. ഇതിലിപ്പോൾ നമ്മൾ ചീസ് വെച്ചിട്ടില്ല, കാരണം ചീസ് കഴിക്കാത്തവരുണ്ട്. അപ്പോൾ അടുത്തതിലോട്ട് ഞാൻ ഈ ഫില്ലിങ് വെച്ച് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസും കൂടെ ഇട്ട് നമുക്ക് നമ്മളെ സമൂസ നന്നായിട്ട് സീൽ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ഓരോ സമൂസയും റെഡിയാക്കിയെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഓരോ സമൂസയായിട്ടിട്ട് 2 വശവും നന്നായിട്ട് കുക്കാവുന്ന വരെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. വാവ്, അങ്ങനെ നമ്മളെ ചിക്കൻ ചീസ് സമൂസ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ഐറ്റമാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നിങ്ങളതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.